പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ ദുരൂഹ മരണത്തിന് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുകയാണ്. അന്വേഷണം കൈമാറിയതിൽ ഏറെ ആശ്വാസമെന്ന് അമ്മുവിൻ്റെ കുടുംബം. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ട് എന്ന് അമ്മുവിൻ്റെ അച്ഛൻ ജനൻ ടിവിയോട് പ്രതികരിച്ചു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, പത്തനംതിട്ടയിൽ ഉള്ള അമ്മു സജീവൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിലനിന്നിരുന്നു. നിരവധി കാലത്തെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ്, പ്രത്യേകിച്ചും ABVP ആണ് ഇക്കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം നയിച്ചത്. എന്തായാലും ഈ ദുരൂഹ മരണത്തെപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ്. അതുകൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് അമ്മുവിൻ്റെ കുടുംബം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തല്ലോ. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. തീർച്ചയായിട്ടും അമ്മുവിൻ്റെ അച്ഛനാണ് ഇത്തരത്തിലൊരു പ്രതികരണം ജനം ടിവിയോട് പങ്കുവച്ചിട്ടുള്ളത്. 4 മാസങ്ങൾക്ക് മുമ്പാണ് അമ്മു സജീവൻ്റെ മരണം ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യവുമായിട്ട് അമ്മുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അമ്മുവിൻ്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലേക്ക് പോയിരിക്കുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിൽ സംതൃപ്തി ഉണ്ട് എന്നാണ് അമ്മുവിൻ്റെ അച്ഛൻ ജനം ടിവിയോട് പ്രതികരിച്ചത്. ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ മറ്റു വിദ്യാർത്ഥികളും പെൺകുട്ടിയോട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന് പലതവണ അമ്മുവിൻ്റെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥന് മുന്നേ അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ ഒക്കെ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അമ്മു നഴ്സിംഗ് കോളേജിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ചാടി മരിക്കുന്ന സമയത്ത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിരുന്നു എന്നും അമ്മുവിൻ്റെ അച്ഛൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. പക്ഷേ അത് ഈ അമ്മു പ്രാഥമികമായിട്ടും ഒരു ആത്മഹത്യ എന്ന് എഴുതി തള്ളിയതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് അറിയിച്ചിരുന്നു. അമ്മുവിൻ്റെ കുടുംബത്തോടൊപ്പം ABVP ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു കൂടിച്ചേരലിൻ്റെ കൂടി ഫലമാണ് അവസാനമായിട്ട് അമ്മുവിൻ്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് തന്നെ അമ്മു സജീവൻ്റെ മരണം അന്വേഷിക്കാനായിട്ടുള്ള ഇടപെടലുണ്ടാക്കിയെങ്കിലും ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലായിരുന്നു. പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ എന്ന രീതിയിലേക്ക് എഴുതിത്തള്ളുന്ന രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രാഥമിക അന്വേഷണം ഉണ്ടായിരുന്നത്. അതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് അറിയിക്കുകയാണ്. തുടർന്നാണ് ഈ വിഷയം ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിലേക്ക് പോയതിനു ശേഷമാണ് 4 മാസങ്ങൾക്കിപ്പുറം അമ്മു സജീവൻ്റെ ദുരൂഹ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള അമ്മു പത്തനംതിട്ട MSCMS കോളേജിലാണ് നഴ്സിംഗിന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ആ പെൺകുട്ടി എന്ന് പറയുന്നത്. 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. ടിൻഡുദാസ് തുടരുക. ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അരുൺ മോഹൻ കൂടി ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം അരുൺ മോഹൻ. നമുക്കറിയാം അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവൻ്റെ മരണം അത് ആത്മഹത്യ എന്നുള്ള നിലയിൽ എഴുതി തള്ളാനായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മുടെ പോലീസിൻ്റെ ശ്രമം. പക്ഷേ ഈ മരണം നടന്നപ്പോൾ മുതൽ ഇതിനുവേണ്ടി ശക്തമായി പ്രക്ഷോഭം നയിച്ച ഏക വിദ്യാർത്ഥി സംഘടന ABVP ആണ്. നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി. നിരവധി പോലീസ് മർദ്ദനങ്ങളുമൊക്കെ ഇതിൻ്റെ പേരിൽ ABVP പ്രവർത്തകർ കേൾക്കേണ്ടിയും വന്നു. പക്ഷേ ABVP പിന്മാറിയില്ല. ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി. ഏറ്റവും അവസാനം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയാണ്. ഒരു പരിധിവരെ ഇത് ABVPയുടെ സമര വിജയം കൂടിയാണ്. നീതിക്ക് വേണ്ടിയുള്ള കുടുംബത്തിനൊപ്പം ABVP നിലകൊണ്ടതിൻ്റെ ഒരു വിജയം അങ്ങനെ കണക്കാക്കുന്നുണ്ടോ ഈ അന്വേഷണത്തെ അരുൺ മോഹൻ? ഇത് സമരമെന്നോ സമരത്തിന്റെ വിജയമെന്നോ പരാജയമെന്നോ കാണുന്നതിനൊക്കെ അപ്പുറത്ത് ഒരു അച്ഛൻ മകളുടെ നീതിക്ക് വേണ്ടി നടത്തിയ നിരന്തരമായ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിനൊപ്പം ചേർന്ന് നിൽക്കുക എന്ന വിദ്യാർത്ഥിപക്ഷ രാഷ്ട്രീയമാണ് ABVP മുമ്പോട്ട് വെച്ചത്. ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ABVP ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് നടത്തിയ വലിയ മാർച്ച് നമുക്കറിയാവുന്നതാണ്. അത് പിന്നീട് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 ദിവസത്തിന് ശേഷം, അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഇലക്ഷൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവം വരുന്നതുകൊണ്ട് 2 ദിവസത്തിന് ശേഷമാണ് അവരുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. പക്ഷേ നിരന്തരമായ പോരാട്ടം ABVP വിഷയത്തിൽ തുടർന്നു. അതിലെ ഗുരുതരമായ അനാസ്ഥ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിഷയം ഉണ്ടായിരുന്നു. അതായത് ഈ കുട്ടിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കൊടുക്കാത്ത ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതും പത്തനംതിട്ട പോലെ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയിലെ ഒരു ജനറൽ ആശുപത്രിയുടെ അവസ്ഥ
പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതും കൂടി ആവശ്യമായിരുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. രണ്ടു തരത്തിൽ പറഞ്ഞാല് പിന്നെ ഈ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് കുടുംബം ശക്തമായി പറയുന്നത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് തന്നെ പറയുന്നു. രണ്ട്, നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയം പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പല വിഷയങ്ങളിൽ സമ്മതിക്കേണ്ടി വന്നത് ആദ്യം അവരെ സമ്മതിച്ചത് ഈ കാര്യത്തിലാണ്. അപ്പോൾ വലിയ പ്രക്ഷോഭം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയതിൽ ABP പ്രവർത്തകരെ ക്രൂരമർദ്ദനത്തിനിരയായി മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ 10-20ഓളം പ്രവർത്തകരുടെ പേരിൽ കേസുകൾ എടുത്തു. പക്ഷെ അതൊന്നും ഒരു നഷ്ടമായിട്ടോ ത്യാഗമായിട്ടോ ABP കാണുന്നില്ല. മറിച്ച് അന്വേഷണം കൃത്യമായ രീതിയിൽ പോകുന്നതിന്റെ ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ കാണാം. കൃത്യമായ രീതിയിലേക്ക് മാറ്റേണ്ടി വന്നതിന്റെ പോലീസിന്റെ ഭാഗത്തെ ഗുരുതരമായ അനാസ്ഥ ആരോപിച്ച് ഡിസംബർ 12-ാം തീയതി ABP പത്രസമ്മേളനം വിളിച്ചിരുന്നു. ഈ വിഷയത്തിൽ നിരന്തരമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ അറിയിച്ചു. കേസിൽ കക്ഷി ചേരുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയി. അങ്ങനെ ഏറ്റെടുത്ത ഒരു കാര്യത്തെ ഈ സമയം വരെ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ കൂടിയാണ് ABP. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തിരുവനന്തപുരത്തേക്ക് പോയ ആംബുലൻസിൽ ഇവിടെ നിന്ന് കയറിയ കുട്ടികൾ, ഈ കുട്ടിയുടെ മരണശേഷം ആംബുലൻസിൽ പിന്നീട് ആശുപത്രിയിൽ എത്തിയിട്ടില്ല. മെഡിക്കൽ കോളേജ് ചെല്ലുന്ന സമയത്ത് 2 കുട്ടികളില്ല. അത് വളരെ ദുരൂഹമാണ്. ഈ വിഷയം അന്വേഷണ ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്റെ ABPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ ജില്ല തന്നെ ആയതുകൊണ്ട് ഞാൻ നേരിട്ട് അവർക്ക് മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ മൊഴികളൊന്നും റിപ്പോർട്ടിൽ പിന്നീട് കണ്ടില്ല എന്നുള്ളതാണ് ഗൗരവകരമായ വസ്തുത. അപ്പൊ നിരവധിയായിട്ടുള്ള മൊഴികൾ, സജി ജോസഫ് എന്ന് പറയുന്ന അവിടുത്തെ വൈസ് പ്രിൻസിപ്പലിന്റെ ഇൻവോൾവ്മെന്റ്, ഇതെല്ലാം പല മൊഴികളിൽ ഉണ്ടായിരുന്നിട്ടും അത് രേഖപ്പെടുത്താനോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ പേരെയും സ്ഥലം മാറ്റം കിട്ടിയത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട, പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരുടെയൊക്കെയോ സ്വാധീനത്തിന് വിധേയരാകുന്നു എന്നുള്ളത് 100% വ്യക്തമായിരുന്നു. ഈ വിവരം വളരെ മുമ്പ് തന്നെ ABP പൊതു സംവിധാനത്തിലെ പൊതുമാധ്യമങ്ങളെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ, ഈ സമയത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട്. അബ്ദുൾ സലാം എന്ന് പറയുന്ന SMEയുടെ പ്രിൻസിപ്പലിനെയും അന്ന് അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്ന ആരോപണ വിധേയനായ സജി ജോസഫ് എന്ന് പറയുന്ന അധ്യാപകനെയും, അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ കുട്ടി മരണപ്പെടുന്ന ദിവസം ആരുടെയും നിർദ്ദേശമില്ലാതെ സജി ജോസഫ് ഈ കുട്ടിയെ മാസ് കൗൺസിലിങ്ങിന് വിധേയമാക്കി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പച്ചവെള്ളം പോലും കുടിക്കാതെ മോഷണം ആരോപിച്ച് കുട്ടിയെ നിരന്തരമായി ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അത് പീഡനം തന്നെയാണല്ലോ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ്. അബ്ഡോമിനിൽ അല്പം പോലും വെള്ളമില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ്. ഇത്ര ഗുരുതരമായ ആരോപണം വിധേയനായ സജി ജോസഫിനെ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് അദ്ദേഹത്തെ ഇതേ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായിട്ട് ഈ സർക്കാർ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ വിഷയമല്ലേ അത്. ഇപ്പോൾ അദ്ദേഹം പാലാ SMEയിൽ അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഇവിടെ വരുന്നതിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി ട്രാൻസ്ഫർ വാങ്ങി. അദ്ദേഹം തന്നെ ട്രാൻസ്ഫർ വാങ്ങി അദ്ദേഹം പാലായ്ക്ക് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞു വന്നത്, മറ്റൊരു പ്രിൻസിപ്പലിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പഴയ പ്രിൻസിപ്പലിനെ തിരിച്ചെടുത്തിട്ടില്ല. പക്ഷെ ഈ ആരോപണ വിധേയനായി സജി ജോസഫ് എന്ന് പറയുന്ന അധ്യാപകൻ വെറും അസോസിയേറ്റ് പ്രൊഫസർ എന്ന ആള് പ്രൊമോഷനോടുകൂടി അതേ കോളേജിൽ, ഇതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി തുടർന്നും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നു എന്ന് ABVP കരുതുന്നില്ല. അത് പാലായിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും ABVPക്ക് ഒരേ ശബ്ദം തന്നെയാണ്, ഒരേ പോരാട്ട വീര്യം. ഇനിയും ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ABVPക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി അരുൺ മോഹൻ. ടിൻഡുദാസ് അരുൺ മോഹൻ പറഞ്ഞതുപോലെ തന്നെയാണ് ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ തുടക്കം മുതൽ തന്നെ ഇതിനു വേണ്ടി പോരാടിയിരുന്നു. പക്ഷേ പോരാട്ടം അവസാനിക്കുന്നില്ല. ടിൻഡുദാസ് പറഞ്ഞ പോലെ തന്നെ മാനസിക പീഡനമേറ്റാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഒക്കെ മൊഴിയുണ്ട്. പക്ഷേ അതിന്മേലുള്ള അന്വേഷണം നടക്കുന്നില്ല. അതിന്മേൽ ആരോപണ വിധേയനായ അധ്യാപകനെ പ്രമോഷനോടുകൂടി വൈസ് പ്രിൻസിപ്പളാക്കി തിരികെ എടുക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അപ്പോൾ അന്വേഷണത്തിൽ എവിടെയൊക്കെയോ വലിയ പാളിച്ചകൾ വന്നിരിക്കുന്നു. ആ പാളിച്ചകളൊക്കെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അതൊക്കെ ഇല്ലാതാക്കി യഥാർത്ഥ കുറ്റവാളികൾ കുടുങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ടിൻഡുദാസ്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതീക്ഷ വേണ്ടത്. കാരണം ഈ പെൺകുട്ടിയുടെ മരണസമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കും ഏറ്റ പരിക്കാണ് മരണകാരണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആമാശയത്തിലുണ്ടായിരുന്നത് 50 മില്ലി വെള്ളം മാത്രമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ മരണസമയത്ത് രാത്രിയാണ് മരിക്കുന്നത്. ഈ 2024 നവംബർ 15-ാം തീയതിയാണ് അമ്മു
കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി മരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണസമയത്ത് ആമാശയത്തിലുണ്ടായിരുന്ന 50 മില്ലി വെള്ളം മാത്രമായിരുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം ആ കുട്ടിയുടെ അച്ഛൻ തന്നെ തുറന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിക്ക് മരണ ദിവസത്തിന് മുന്നേ സൈക്യാട്രിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൗൺസിലിംഗ് സമയത്ത് പെൺകുട്ടിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു, മാനസികമായിട്ട് ഹരാസ് ചെയ്യുകയായിരുന്നു, മാനസിക പീഡനം അനുഭവിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എവിടെയും പറയുന്നില്ല. ഈ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരം ഗുരുതരമായിട്ടുള്ള ഒരു പക്ഷേ തെളിവുകളൊക്കെ ഒളിച്ചു വെക്കപ്പെടുകയാണ്. പിന്നെ പെൺകുട്ടിയുടെ മരണശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. അതിനിടയിൽ വെച്ച് പെൺകുട്ടി മരണപ്പെടുന്നു. അതിനിടയിൽ വെച്ച് പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കാണാതായപ്പെടുന്നു. അത് അന്വേഷണത്തിൽ എവിടെയും സ്വാധീനിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ സ്വാധീനിക്കപ്പെടുന്നില്ല. മരണ ദിവസത്തിന് മുമ്പ് പെൺകുട്ടി അവിടെ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ മാനസിക പീഡനങ്ങൾ, മാനസിക പീഡകൾ ഇതൊന്നും എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല. മരണ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വീട്ടുകാരുമായി സംസാരിക്കുന്ന സമയത്ത് അമ്മു പങ്കുവച്ചിരുന്ന ആശങ്കകൾ ഇതൊക്കെ കുടുംബം വ്യക്തമായി തന്നെ മൊഴിയായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകളായിട്ടും പരാതികളായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണത്തിൽ അവസാനം ചെന്നെത്തുന്നത്, പക്ഷേ കേരള പോലീസിൻ്റെ അവസാനം ചെന്നെത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. പെൺകുട്ടി അല്ലെങ്കിൽ അമ്മു സജീവ മാനസിക അസ്വാസ്ഥ്യം മൂലം 2024 നവംബർ 15 കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ ഈ നിഗമനത്തിലേക്ക് എത്തുന്നതിൽ ഒരു കാരണവശാലും കുടുംബം സംതൃപ്തമല്ല. അതുകൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ആ തീരുമാനം പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിത്തീരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിൽ കുടുംബം നിലവിൽ സംതൃപ്തമാണ്. അതിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നുവെന്നാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്. വിനോദ്, വ്യക്തമാണ്. പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്നും നീതി ലഭിക്കുമെന്നും ആ കുടുംബം പ്രതീക്ഷ പുലർത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ്.